നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം സർ, ഇപ്പോൾ രാജ്യം മൊത്തം ചർച്ച ചെയ്യുന്ന വിഷയം ഡൽഹിയിലെ ജന്തർ മന്ദറിൽ അവിടെ നടക്കുന്ന പ്രതിഷേധമാണ്. അതെന്താണ് ഏതാണെന്നൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാകും. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി അർദ്ധരാത്രിയോട് കൂടിയിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അതിന് പിന്നാലെ തന്നെ കേന്ദ്രമന്ത്രിമാർ സോനം വാങ്ചുക്കുള്ള ആശുപത്രിയിൽ ചെല്ലുന്നു. അദ്ദേഹം നിരാഹാര സമരം അവസാനിപ്പിച്ചതായി പറയുന്നു. ഒരു വലിയൊരു മാറ്റം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ പലരും അതിനെ കൊട്ടിഘോഷിക്കുന്നത് കേന്ദ്ര ഒടുവിൽ മുട്ടുമടക്കി എന്ന് തന്നെയാണ്. പേടിച്ചിട്ടാണ്, മോദിക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ് ഈ അർദ്ധരാത്രി വന്ന് ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്ന് നമ്മുടെ റഹീം പോലുള്ള ആളുകളൊക്കെ ഇന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്രം മുട്ടുമടക്കി, കേന്ദ്രമന്ത്രിമാർ അവിടെ എത്തി സോനം വാങ്ചുക്കിന്റെ കാല് പിടിച്ച് നിരാഹാരം സമരം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴൊരു കാര്യമുണ്ട്, അവിടെ സമരം തുടരുകയാണ്. CJPയുടെ നമ്മുടെ കോക്രോച്ച് പാർട്ടിയുടെ ആൾക്കാരൊക്കെ തന്നെ അവിടെ സമരം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും അടുത്തൊരു നീക്കം എന്ന് പറയുന്നത്? ഇവര് പോകുന്നുമില്ല. കേന്ദ്രമാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പമാണ്, പരിഹാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെതായിട്ടുള്ള നിലപാടുകൾ പറയുമ്പോഴും ഇപ്പോൾ ഈ സമരം നടത്തുന്നവർ അവിടെ തന്നെ തുടരുകയാണ്. അവരുടെ അജണ്ട നടപ്പിലാക്കാതെ, അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്ന ഡിമാൻഡുകൾ നടപ്പിലാക്കാതെ പോകില്ല എന്നുള്ളൊരു വാശിയിലാണ് ഇപ്പോൾ. അല്ല, അവരുടെ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കോക്രോച്ച് പാർട്ടിയുടെ ആൾക്കാർ. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ലഭ്യവുമാണ്. നമ്മൾ കണ്ടാൽ വമനേച്ഛ ഉളവാക്കുന്നു, നോസിയ ഉളവാക്കുന്ന, അത് ഛർദ്ദിക്കാൻ തോന്നുന്ന തരത്തിലുള്ള സെക്സിബിഷൻസ്, അമ്മ പെങ്ങന്മാർക്ക് കാണാൻ കൊള്ളാത്ത തരത്തിലുള്ള സെക്സിബിഷൻസ്, ഇതൊക്കെയാണ് ഈ കോക്രോച്ച് പാർട്ടി ആണെന്ന് അവകാശപ്പെടുന്ന, യാതൊരു വിധമായിട്ടുള്ള നേതൃത്വവുമില്ലാത്ത, സംഘാടനവുമില്ലാത്ത ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അമ്മ പെങ്ങന്മാരുടെ മുമ്പിൽ വെച്ച്, സ്ത്രീകൾ കൂടി പങ്കെടുത്ത ഒരു സദസ്സിൽ വെച്ച് കോക്രോച്ച് പാർട്ടിക്കാരനെന്ന് പറയുന്ന ആള്, മെമ്പർഷിപ്പ് കാർഡോ ഒന്നും ഇല്ലല്ലോ, ഇതിന് ഐഡന്റിറ്റി കാർഡും ഇല്ല, ആണെന്ന് പറഞ്ഞ ഒരാൾ ആ കൂട്ടത്തിനിടയിൽ തന്നെ ജന്തർ മന്ദറിൽ വെച്ച് തന്നെ സ്വന്തം പാൻറ്റിൻ്റെ സിപ്പ് അഴിച്ച് കാണിച്ചിട്ട്, പെൺകുട്ടികൾ അത് കാണിച്ചിട്ട് അവൻ കാണിക്കുന്ന ആംഗ്യങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ അപ്പോൾ തന്നെ നടപടിയെടുക്കേണ്ടതാണ്. കേരളത്തിലെ ഒരു സിനിമാ നടൻ്റെ മകൻ കാണിച്ചതുപോലെ തന്നെ ഒരു തരം എക്സിബിഷനിസമാണ് അവൻ കാണിച്ചത്. പ്രദർശനപരത അതാണ് കാണിച്ചത്. ആ തെമ്മാടിത്തം അവൻ വീണ്ടും ക്യാമറകൾക്ക് മുമ്പിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവരൊക്കെയാണോ ഈ ജെൻസി എന്ന് പറയുന്നത്? വേറെ രണ്ട് പേര് അവരാണെങ്കിൽ കാണിക്കുന്നത്, എങ്ങനെ ആളിൻ്റെ മുഖത്ത് നോക്കി പറയുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഒരു ലൈംഗിക പ്രവർത്തനം എങ്ങനെയാണ് നടത്തുന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ പരസ്യമായിട്ട് അങ്ങ് കാണിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ മറ്റവൻ ഒരുത്തനെ തട്ടി മാറ്റി അടുത്തവൻ വന്നിട്ട് വീണ്ടും അവൻ്റെ തന്നെ അതിൽ ശക്തമായിട്ട് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇവരുടെ അജണ്ട എന്ന് പറയുന്നത്. ഇത് കാണിച്ചു കൊണ്ടിരിക്കണം. ഒരു തരം സോഷ്യൽ പെർവേർട്സ്, ഒരു തരം സെക്ഷൽ പെർവേർട്സ്, പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ആൾക്കാർ, ഞരമ്പ് രോഗികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ആ ഞരമ്പ് രോഗികളുടെ ഡെമോൺസ്ട്രേഷനുകൾ നടത്താനുള്ള ഒരു വേദിയായിട്ട് നമ്മുടെ പരിപാവനമായ തലസ്ഥാനത്തിൻ്റെ സമരവേദിയായിട്ടുള്ള ജന്തർ മന്ദർ മാറിയിരിക്കുകയാണ്. കാരണം പോലീസിന് ഇത് നിർത്താൻ വയ്യാഞ്ഞിട്ടല്ല, തടയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷേ മറ്റെല്ലാ കാര്യങ്ങളും, സിറ്റിസൺഷിപ്പിനെതിരെ നടന്ന സമരത്തിലെന്ന പോലെ അത് 2 മാസത്തോളം നിന്നു, കർഷക സമരത്തിലെന്ന പോലെ ക്ഷമയോടെ കാൽക്കുകയാണ്. അക്രമാസക്തമായിട്ടുള്ള വളരെ ഇൻടെമ്പറേറ്റായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിലേക്ക്, നീജർക്ക് ആക്ടിവിറ്റിയിലേക്ക് ഒരിക്കലും ഈ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പ് പോയിട്ടില്ല ഒരു സമരത്തിലും. എന്നാ പിടിച്ചോ അടിച്ചോ, ഓർഡർ കൊടുത്താൽ മതി, പോലീസ് ചെല്ലും, അവരെ പട്ടാളം വേണമെങ്കിൽ പട്ടാളവും ഇറങ്ങും. അങ്ങനെ ഒരു റിയാക്ഷൻ വേണ്ട. പതുക്കെ ഇത് തീർന്നോളും. ഇതാ തീർന്നു, ഇതിൻ്റെ കാറ്റ് തീർന്നു കഴിഞ്ഞു, ഇതിന് കിട്ടിയിരുന്ന ഓക്സിജൻ ഇല്ലാതായി കഴിഞ്ഞു. അത് സോനം വാങ്ചുക്കിൻ്റേതായിരുന്നു. സോനം വാങ്ചുക്ക് എന്തുകൊണ്ട് ഈ സമരം നിർത്തി? സോനം വാങ്ചുക്ക് കുറച്ച് വിവരമുള്ള ആളാണ്. ഇതുപോലൊരു സോഷ്യൽ പെർവർട്ടല്ല അദ്ദേഹം, പ്രകൃതി വിരുദ്ധനല്ല. അതുകൊണ്ട് കാര്യങ്ങൾ നേരെ ചൊവ്വേ മനസ്സിലാക്കിയാലാണ്. ആത്മാർത്ഥമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം നടത്തിയ ആളാണ് അദ്ദേഹം. അതുപോലെ ആത്മാർത്ഥതയുള്ള ഒരാളാണ്, യുവജനങ്ങൾക്ക് വേണ്ടി കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളാണ് പ്രധാനമന്ത്രി.
ഈ രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള ഒരു സംവാദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ സമരം അവസാനിപ്പിച്ചത്. ശരിയാണ്, നരേന്ദ്രമോദി നേരിട്ട് ചർച്ചയ്ക്കൊന്നും പോയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള പ്രതിനിധിയായിട്ടുള്ള JP നദ്ദ അവിടെ പോയി ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹം സോനം വാങ്ചുക് നേരിട്ടല്ല വന്ന്, അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള സൗരവ് ദാസ്, അശ്വതോഷ് എന്നീ 2 പേരാണ് വന്നിട്ട് ചർച്ച നടത്തിയത്. അപ്പോൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും സംവേദനം ചെയ്തിരുന്നു. 2 പേർക്കും ഈ കാര്യങ്ങൾ പരിഹരിക്കുന്നതിൽ ആത്മാർത്ഥതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കി സോനം വാങ്ചുക്, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയല്ല നമുക്ക് ആവശ്യം, മറിച്ച് മന്ത്രിസഭയുടെ വീഴ്ചയുമല്ല നമുക്ക് ആവശ്യം. നമുക്ക് വേണ്ടത് ഇനി എഴുതാൻ പോകുന്ന പരീക്ഷകളിൽ ഈ ക്രമക്കേട് ആവർത്തിക്കാതിരിക്കാനുള്ള മെഷീനറി. വാസ്തവത്തിൽ അത്തരം ഒരു മെഷീനറിക്കാണ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീ K. രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇതിനു വേണ്ടി NDA എന്നൊരു സംവിധാനം രൂപകൽപ്പന ചെയ്തത് പ്രധാനമന്ത്രി. പക്ഷേ അതിൽ പോലും കോച്ചിങ് സെൻ്ററുകളുടെയും പഠിപ്പിക്കുന്ന ആൾക്കാരുടെയും അമിതമായിട്ടുള്ള ലാഭേച്ഛ കൊണ്ടും അതുപോലെ തന്നെ ഈ പരീക്ഷ പേപ്പർ തയ്യാറാക്കിയവരുടെ അമിതമായിട്ടുള്ള ധനാർത്തി കൊണ്ടും അതുള്ളിടത്ത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആർത്തി എന്ന് പറയുന്ന മറ്റെല്ലാ ആർത്തികളെയും കടന്ന് വെട്ടുന്നതാണ്. അത്തരം ആർത്തി നിമിത്തം ഇതിന് കുട്ടികൾ വില കൊടുക്കേണ്ടി വന്നു. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. ആ കുറ്റമറ്റ ഏതു സംവിധാനത്തിലും പഴുതുകളുണ്ടാക്കാൻ കഴിയുമായിരുന്നു. ഏതൊരു സംവിധാനത്തിലും അഴിമതിയുടെ മനസ്സുള്ള ആൾക്കാർ, സത്യസന്ധതയില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പഴുത് ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇനി അത് തിരിച്ച് ഈ കോച്ചിങ് സെൻ്ററുകൾക്ക് കാര്യമായിട്ടുള്ള നിയന്ത്രണം വരാൻ പോവുകയാണ്. അവരുടെ പ്രൊമിനൻസ് കുറയാൻ പോവുകയാണ്. ഇതിപ്പോൾ ഉടനെ നടത്തുന്ന ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വരാൻ പോകുന്ന കാര്യമല്ല, അതിനുള്ള കാര്യമായിട്ടുള്ള ഒരു ഭൂപടം തയ്യാറാക്കി ഇപ്പോൾ തന്നെ വെച്ചിട്ടുണ്ട്. കോച്ചിങ് സെൻ്ററുകൾ യാതൊന്നും ഇൻകം ടാക്സ് പോലും കൊടുക്കാതെയാണ് പലരും ഈ ലാഭം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി അങ്ങ് നിർത്തലാക്കും. ഈ പത്രങ്ങളുണ്ടല്ലോ, അവരുടെ വ്യാജമെന്ന് പറഞ്ഞാൽ ഇവരുടെ കോച്ചിങ് സെൻ്ററുകളുടെ വൻ പരസ്യങ്ങൾ ഇവർക്ക് ഫുൾ പേജ് എല്ലാം വർഷവും മാത്രമല്ല പല അവസരങ്ങളിലായിട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇവർക്കെതിരെ ഒന്നും പറയില്ല. അവിടെ നടക്കുന്നത് വാസ്തവത്തിൽ നമ്മുടെ ജെൻസിയെ ഇല്ലാതാക്കുന്നത്, നരനായാട്ട് നടക്കുന്നത് അവിടെയാണ്. മനുഷ്യനെന്ന നിലയിലുള്ള അവരുടെ ജീവിതം, സ്വാതന്ത്ര്യം എല്ലാം ഇല്ലാതാക്കുന്ന ആ സെൻറ്ററുകളെ ഇല്ലാതാക്കുന്ന ബില്ല് വരും, നടപടി വരും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ കാര്യം ഉൾക്കൊണ്ടു സോനം വാങ്ചുക്. അതോടുകൂടി ഈ സമരത്തിൻ്റെ അന്താരാഷ്ട്ര പ്രാധാന്യം, അതിൻ്റെ പൊളിറ്റിക്കൽ ഇതെല്ലാം തീർന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള കുറേ വിദേശികളുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്ന 3 വിദ്യാർത്ഥികൾ ഈ സമരത്തിൽ പങ്കെടുക്കുക. അവർക്ക് എന്ത് അവകാശമാണ് ഈ സമരത്തിൽ പങ്കെടുക്കാനുള്ളത്? ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ ഒരിക്കലും അവർക്ക് കിട്ടിയിട്ടുള്ള വിസ അവരെ അർഹരാക്കുന്നില്ല. നിയമവിരുദ്ധമാണ്. അപ്പോൾ അടുത്ത പിടിവീഴാൻ പോകുന്ന അവർക്കാണ്. അവർ കിടക്കും, ജയിലിൽ കിടക്കും. ഏത് ട്രംപ് വിചാരിച്ചാലും ഇറക്കാൻ പറ്റാത്ത പോലെ തിഹാർ ജയിൽ അവരെ നിരങ്ങും. ഇനി വരാൻ പോകുന്നത് ആക്രമണം നടത്തി പോലീസിനെ കല്ലുകൊണ്ടിടിച്ച് വീരസിംഗ് കാണിച്ചു. അവിടെ ഞാനീ പറയാൻ കൊള്ളാത്ത പ്രവർത്തികൾ കാണിച്ചവർ പിടിവീഴും. UAP അനുസരിച്ച് തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ അനുസരിച്ച് ജയിലിൻ്റെ ഇരുട്ടിൽ നമ്മുടെ ബേക്കറി ജംഗ്ഷനിൽ നടന്ന സമരത്തിൽ പങ്കെടുത്ത കാപ്പ പ്രതികൾക്ക് എന്താണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? പുറം ലോകം കണ്ടിട്ടുണ്ടോ അവർ എത്ര ദിവസമായി? അതുപോലെ അനുഭവിക്കുന്ന നരകം ഇനി അവർക്ക് ലഭിക്കാൻ പോവുകയാണ്. 2ാം ഘട്ടം. അവിടം കൊണ്ടും തീരാൻ പോകുന്നില്ല. അവിടെ MP ആയിട്ട് പോയല്ലോ. MP-മാർ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ആ സത്യപ്രതിജ്ഞയുടെ ലംഘനമാണ് അതീവ ജാഗ്രതാ മേഖലയായിട്ടുള്ള, നിരോധിത മേഖലയായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ വസതി എന്ന് പറയുന്ന സ്ഥലം. അതിവർക്ക് സമരം നടത്താനുള്ള സ്ഥലമല്ല. ഏത് പാർട്ടിയിൽപ്പെട്ട പ്രധാനമന്ത്രിയായാലും അതാണ്. അതുകൊണ്ട് അതിൻ്റെ വകുപ്പുകൾ അനുസരിച്ചു തന്നെ, UAPA ആക്ട് അനുസരിച്ചു തന്നെ സത്യപ്രതിജ്ഞ ലംഘനത്തിലുള്ളതായിരിക്കും ആദ്യം വരിക MP-മാരാകുമ്പോൾ. സത്യപ്രതിജ്ഞ ലംഘനം കൂടാതെ നമ്മുടെ ഭാരതീയ ന്യായശാസന പ്രകാരമുള്ള പലതരത്തിലുള്ള നിയമങ്ങൾ അവർക്കിപ്പോൾ ബാധകമാണ്. ആർട്ടിക്കിൾ 164 ഉപവകുപ്പ് 3
അനുസരിച്ചുള്ള നടപടികൾ വന്നാൽ ഈ എം പിമാർക്ക് അവരുടെ എം പി സ്ഥാനവും പ്രതിപക്ഷ നേതാവിന് ആ സ്ഥാനവും നഷ്ടപ്പെടുക മാത്രമല്ല, ജയിലിൽ കിടക്കേണ്ടി വരും, പിഴ കൊടുക്കേണ്ടി വരും, രണ്ടും കൂടി ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഏതാനും വർഷങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവാത്ത അവസ്ഥ 6 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനും കർണാടക മുഖ്യമന്ത്രി ഡി.കെ. ശിവകുമാറും ഇതിൽ പങ്കാളികളായിരുന്നു. അതും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഒരു നിരോധിത മേഖലയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള നടപടിയും സത്യപ്രതിജ്ഞയുടെ ലംഘനവുമാണ്. അത് നമ്മുടെ ഈ സോനം വാങ്ചുക്കിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് നടത്തിയത് കാപട്യമാണെന്ന് അവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റാണ്. വസതിക്ക് മുന്നിൽ സമരം ചെയ്യാൻ ആരും പറഞ്ഞിട്ടില്ല. അവരുടെ പേരെന്തായിരുന്നു? അവർ വളരെ ഗീതാഞ്ജലി വാങ്ചുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് കോൺഗ്രസിന് ഒരാത്മാർത്ഥതയില്ല. കോൺഗ്രസിന് വേണ്ടത് പഞ്ചാബിലെ അധികാരമാണ്. ജന്തർ മന്ദറിൽ ഈ കുട്ടികൾ പ്രതിഷേധം നടത്തുന്നിടത്ത് പോയിരിക്കട്ടെ, അവിടെ പോയിരുന്നില്ല. പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പോകുമ്പോൾ അത് അവർ ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തിയത്. ഈ സമരം CJPയിൽ നിന്ന് ഹൈജാക്ക് ചെയ്യുക. എന്താ കാര്യമെന്നറിയാമോ? അവിടുത്തെ ഈ അടിയൊഴുക്കെന്ന് പറയുന്നത് CJP എന്ന് പറയുന്നത് AAPയുടെ B ടീമാണ്. അതിൻ്റെ അഭിജിത്ത് ദീപ്കെ അദ്ദേഹം ഇവിടെങ്ങുമില്ല. അദ്ദേഹത്തെ എവിടെ പോയെന്ന് ആർക്കും അറിയാം. രാഹുൽ ഗാന്ധി പോകുന്ന പോലെ ഒരു മുങ്ങിയത് ഇതുവരെ കണ്ടിട്ടില്ലാരും. അദ്ദേഹം എന്ന് പറയുന്നത് പണ്ട് AAPയുടെ IT സെല്ലിൻ്റെ ഇൻഫർമേഷൻ ടെക്നോളജി സെല്ലിൻ്റെ ഹെഡായിരുന്നു. അദ്ദേഹം തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്ത് AAPക്ക് സഹായമാകാൻ വേണ്ടി പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് വീണ്ടും ഇപ്പോൾ ഭഗവത് മാൻ സിംഗ് എന്ന് പറയുന്നത് സിഖുകാർ കള്ളു കുടിക്കരുതെന്നാണ്. ഇസ്ലാമിനെ പോലെ അവർക്ക് ഹറാമാണ് കള്ളെന്ന് പറയുന്നത്. അത് കുടിച്ചാൽ അത് വലിയൊരു കുറ്റമാണ്, ശിക്ഷയാണ്, മതത്തിൽ തുടരാൻ അർഹതയില്ല. അതുകൊണ്ട് ഭഗവത് മാൻ സിംഗിനെ സിഖ് മതത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. ഇനി ഒരു തവണ കൂടി അദ്ദേഹത്തിൻ്റെ ലേബലിൽ, അദ്ദേഹത്തിൻ്റെ പേരിൽ അവർക്ക് ജയിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പോൾ ഈ സമരത്തിൻ്റെ പേരിൽ പഞ്ചാബിലൊന്ന് ജയിക്കാം എന്ന് വിചാരിച്ചാണ് ഇവർ രണ്ടും കൂടെ കൂട്ടുകൂടി ഇങ്ങനെ കൊണ്ടുവന്നത്. ഇതറിഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോകാതിരുന്നത്. പക്ഷേ ഈ സമരം ഇങ്ങനെ കൊഴുക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ BBC-യിലും അൽ ജസീറയിലും ഒക്കെ വാർത്ത വരുന്നു എന്ന് വിദേശത്തിരുന്നുകൊണ്ട് അറിയാമല്ലോ. അദ്ദേഹം വിദേശത്തായിരുന്നു. അത് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് അദ്ദേഹത്തിന്. അത് ഡീടോക്സിഫൈ ചെയ്യാനാണ് പോയത്, അതല്ല കാമുകിമാരുടെ നിരന്തരമായ വിളികൾ കൊണ്ട് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ഇത് ആരോടെയും പറയുന്നില്ല. അതുകൊണ്ട് അത് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ചുറ്റിപ്പറ്റി ദുരൂഹതകൾ ഉണ്ടായിരിക്കും. അതെന്തുമായിക്കോട്ടെ. അദ്ദേഹം പെട്ടെന്നൊരു ദിവസം ഇങ്ങോട്ട് വന്നിട്ട് മല്ലികാർജുൻ ഖാർഗെയുടെ ബർത്ത്ഡേ ആണെന്ന് കേക്ക് കൊണ്ട് ഊണം ചോദിച്ച ആൾക്കാർ അവിടെ ചെന്ന് V.D. സതീശനെ ചെന്ന ആൾക്കാരെല്ലാം നമ്മളൊരു ജാഥ നടത്താൻ പോവാണ്. ജാഥയാണോ? എന്നാ പോയി കളയാൻ നേരെ മുഖ്യമന്ത്രിക്ക് ആ വീഡിയോയിൽ ഇരിക്കുന്ന കണ്ട പെട്ടുപോയി എന്നുള്ള പോലെ തന്നെയാണ് V.D. സതീശൻ. അദ്ദേഹം അന്ന് വൈകുന്നേരം ഫ്ലൈറ്റിൽ ഇവിടെ എത്തേണ്ടതാണ്. വല്ലാതെ വിഷമിച്ചാണ് അദ്ദേഹം ഇരിക്കുന്നത്. കാരണം വക്കീൽ അദ്ദേഹത്തിന് അറിയാം ഇതിൻ്റെ ഒരു ഗുരുതരാവസ്ഥ അറിയാം. ഇതിപ്പം വേണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അമിത്ഷായ്ക്ക് ഇത് വകുപ്പാക്കിക്കൊണ്ട് കേസടുപ്പിച്ചുകൊണ്ട് ഇപ്പം ഇയാളുടെ മുഖ്യമന്ത്രി പദവി ഇല്ലാതാക്കാം. എനിക്ക് തോന്നുന്നത് അങ്ങനെ പല അന്തർധാരകൾ ഇതിലുണ്ട്. ഇനി വേറൊരു അന്തർധാര ഇപ്പോൾ ഞാനറിയുന്നത് ഇപ്പോഴാണ്, പലർക്കും നേരത്തെ അറിയായിരിക്കും. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറയുന്നു. അത് ചിലപ്പോൾ പാർലമെൻറ്റിലെ ബിഹേവിയർ കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നും. മോദിയെ ചെന്ന് ഞങ്ങൾ എന്താ പറയുന്നത് സ്നേഹത്തിൻ്റെ കട തുറക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ പാവം മനുഷ്യൻ്റെ നരച്ച താടിയുള്ള മുഖത്ത് ചെന്ന് ഉമ്മ കൊടുത്തിട്ട് അവിടുത്തെ അംഗങ്ങളെ കാണിച്ച് ഒരു കണ്ണിറുക്കി കാണിക്കുന്നു. എന്ത് വൃത്തികേടാ കാണിച്ചത്. ഇങ്ങനെയൊക്കെ ഒരു സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് കാണിക്കാൻ പറ്റില്ല. അസാധാരണ മനോനിലയാണ് നമ്മൾ ഡ്രഗ് അല്ലെങ്കിൽ മയക്കുമരുന്ന് കഴിച്ചാൽ വരുന്നത്. ആ മനോനിലയുടെ ഫലമായിട്ടുള്ളവന് മാത്രമേ നിയന്ത്രിതമായിട്ടുള്ള നിരോധനാജ്ഞ നിലവിലിരിക്കുന്ന ഒരു മേഖലയിലേക്ക് ഇങ്ങനെ നാണമില്ലാതെ ഉളുപ്പില്ലാതെ പുളിപ്പില്ലാതെ കടന്നു എന്ന് പ്രകടനം നടത്താൻ പറ്റും. അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ ടോക്സിൻ്റെ അളവ് കൂടിക്കൂടി വരും. ഈ ഡ്രഗ്സ് കൂടുതൽ അഡിക്റ്റായി കഴിയുമ്പോൾ അഡിക്ഷൻ അല്ല ഡീടോക്സിഫൈ ചെയ്യാൻ വേണ്ടി പോയതാണെന്നും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഏതാ സത്യം അദ്ദേഹം പറയാൻ നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ പോയ ഒരാൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സമരം നയിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ്
ഇദ്ദേഹത്തിൻ്റെ സമരത്തെ സീരിയസ് ആയിട്ട് ആരും എടുക്കാത്തത്. ആ സമരം സീരിയസ് ആയിട്ടുള്ള ഒന്നുമല്ല. കാരണം ചില പത്രങ്ങൾ, നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ഇപ്പം നരേന്ദ്രമോദിയുടെ സിംഹാസനം കുലുങ്ങുന്നു, ഇപ്പോൾ ഇളകി വീഴും എന്നും പറഞ്ഞ് അവർ നോക്കിയിരുന്നു. ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. വേണമെന്ന് വെച്ചാൽ ഇളകുന്നതിന് പകരം ഇപ്പോൾ VD സതീശൻ്റെ സിംഹാസനം ഇളകിയിരിക്കുകയാണ്. പിന്നെ വേറൊരു അന്തർധാര ഇതിനകത്തുള്ളത്, നമ്മുടെ രമേശ് ചെന്നിത്തല രാഹുൽ ഗാന്ധി തന്നെ എന്തായാലും പ്രധാനമന്ത്രിയാക്കും എന്ന് അദ്ദേഹം തീർത്തും വിശ്വസിച്ചിരുന്നു. അതാക്കാത്തതിൻ്റെ പ്രതികാരമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു ദൗർബല്യം അറിയാവുന്നത് കൊണ്ടാണ് ഡ്രഗിനെതിരെയുള്ള സമരം തന്നെ ആദ്യം വലിയൊരു യജ്ഞമായിട്ട് അദ്ദേഹം തുടങ്ങിയത്, അല്ലേ? ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ സമരം നടത്താൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൗർബല്യമായിട്ടുള്ള ഈ ഡ്രഗിനെതിരെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കൊളംബിയയിലെ ഡ്രഗ് മാഫിയയുടെ രാജാവിൻ്റെ മകളാണ് അദ്ദേഹത്തിൻ്റെ കാമുകിമാരിൽ ഒരാൾ എന്നുള്ളതും കൂടെ ഓർക്കണം. അപ്പോൾ ഡ്രഗുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ട്. അദ്ദേഹം അതിൻ്റെ അഡിക്റ്റാണോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. ഡ്രഗുമായിട്ട് അത്തരത്തിൽ ബന്ധമുണ്ട്. അതുകൊണ്ടായിരിക്കണം രമേശ് ചെന്നിത്തല ഇങ്ങനെ ചെയ്തതെന്നും നമുക്ക് വിചാരിക്കേണ്ടി വരും. അപ്പോൾ ആ തരത്തിൽ പലതരം അന്തർധാരകൾ ഇതിനകത്തുണ്ട്. എന്തായാലും ഇപ്പോൾ പഞ്ചാബ് തിരഞ്ഞെടുപ്പ് എന്നുള്ളത് തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയ വിഷയം തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് അവർ ഈ സമരം ഹൈജാക്ക് ചെയ്ത് പ്രധാനമന്ത്രിയുടെ വസതിയിലെ മുമ്പിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അത് ആപ്പിനെ തോൽപ്പിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ വലിയൊരു ആപ്പായിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനെന്നുള്ളതിൽ യാതൊരു വിധമായിട്ടുള്ള സംശയമില്ല. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതിൻ്റെ അന്തർധാരയായിട്ട്. UPA ഗവൺമെൻറ് സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അധികാരമിരുന്ന ഓരോന്നായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ ടെസ്റ്റ് പേപ്പർ ലീക്ക് നടന്നിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം പറയാൻ ഇവിടെ സമയം നമുക്ക് കിട്ടത്തില്ല. അത്തരം 12 സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 12 സംഭവങ്ങളിൽ അശോക് ഗെഹ്ലോട്ട് എന്ന ആൾ രാജസ്ഥാനിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടന്നത് അവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ പേപ്പർ ലീക്കാണ്. കേരളത്തിൽ ഇപ്പോൾ നടന്ന പോലെ ഒരു അഴിമതി ആണ് നടന്നപ്പോൾ അന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് ഇത് നമ്മൾ രാഷ്ട്രീയ വിഷയമാക്കരുതെന്നാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ വിഷയമാക്കുകയാണ്. ഈ 12 ലീക്കുകളിലും UPA സ്പോൺസേഡ് ആയിട്ടുള്ള 12 ലീക്കുകളിലും CPMൻ്റെയും പിന്തുണ ആ സമയങ്ങളിൽ അവർക്കുണ്ടായിരുന്നു. യാതൊരു വിധമായ പ്രക്ഷോഭവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, യാതൊരു വിധമായ തിരുത്തൽ നടപടികളും ഉണ്ടായില്ല. പല കുട്ടികളും വിദ്യാർത്ഥികളും ഇതിലൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു CJPയും പ്രതിഷേധിക്കാൻ അവിടെ വന്നിട്ടുമില്ല. ഇപ്പോൾ ഇതാ നോക്കൂ, ഫാസ്റ്റ് ട്രാക്ക് കോടതി. ഇവർ പ്രതീക്ഷിച്ചതിനപ്പുറം ഉള്ള ഒരു ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പിടിച്ച 13 പേരെ ശിക്ഷിക്കാൻ വേണ്ടി നിലവിൽ വന്നിരിക്കുക. വളരെ പെട്ടെന്ന് തന്നെ അവരെ തിഹാർ ജയിലിലേക്ക് അയക്കും, കടുത്ത ശിക്ഷയും കിട്ടും. അത് ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർക്ക് കുട്ടികൾക്ക് ഒരു അക്കാഡമിക് വർഷം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ ആയുസിൻ്റെ 1 വയസ്സ് കുറഞ്ഞു എന്നാണ്. അത് വരരുതെന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ കൺസേൺ. അത് വരാത്ത വിധം ഇന്ത്യൻ എയർഫോഴ്സിനെ വരെ രംഗത്തിറക്കിക്കൊണ്ട് അതിസമർത്ഥമായ ചടുലമായ നീക്കങ്ങളിലൂടെ പരീക്ഷ നടത്തിക്കൊണ്ട് ഒരൊറ്റ ആരോപണമില്ലാതെ ആ പരീക്ഷ നടത്തി മിടുക്കന്മാരെ ജയിപ്പിച്ചു വിട്ടില്ലേ? മിടുക്കന്മാരിൽ പലർക്കും ഈ സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റിയില്ലേ? അങ്ങനെ വലിയൊരു നേട്ടം കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്തില്ലേ? പിന്നെ എന്തിനാ ഈ സമരം നടത്തുന്നത്? അതിതാണ് CJPയിലെ ആൾക്കാർക്ക് AAPയോട് ചേർന്നുകൊണ്ട് പഞ്ചാബിൻ്റെ ഭരണം പിടിച്ചെടുക്കണം. അതുകൂടാതെ കുറേ അലവലാദികൾ അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അവർ കാണിക്കുന്ന ആ വൃത്തികെട്ട എക്സിബിഷനുകൾ അവർക്കിപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കണം. ഈ 2 ലക്ഷ്യങ്ങളെ ജന്തർ മന്ദറിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമരത്തിനുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ MA ബേബി സഖാവ് അവിടെ പാളയത്ത് അവരുടെ പാർട്ടി ഓഫീസിനടുത്ത് അവിടുത്തെ പള്ളിക്കടുത്ത് ഒരു വലിയ കൂടാരമൊക്കെ കിട്ടിയെന്ന് പ്രസംഗിക്കുക. നമ്മുടെ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രശ്നങ്ങൾ, എൻ്റെ പൊന്നു സഖാവി, ആസൂത്രണ ബോർഡിൻ്റെ ഏറ്റവും
ഉയർന്ന സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ആൾക്കാരെ തിരികെ കയറ്റാൻ വേണ്ടി 10 ചോദ്യങ്ങൾ എവാല്യുവേറ്റ് ചെയ്ത വിട്ട ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് ധാർമ്മിക അധികാരമാണുള്ളത്? അതുപോലെ തന്നെ PSC നടത്തിയ ടെസ്റ്റിൻ്റെ റാങ്കിങ് അട്ടിമറിച്ച് അതിൽ തോറ്റ വിദ്യാർത്ഥിയെ 1ാം റാങ്കാക്കിയിട്ട് SI ആക്കിയ ആ പരിപാടി കാണിച്ചത് നിങ്ങൾ തന്നെയല്ലേ? എന്നിട്ട് ഈ വാചകമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഓർമ്മ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നല്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് നല്ലപോലെ ഉണ്ടാവണം. ഇനി യാതൊരു ക്രെഡിബിലിറ്റിയുമില്ല. അതുപോലെ തന്നെ AA റഹീമിൻ്റെയും CPMലെ പല നേതാക്കളുടെയും ബന്ധുക്കളെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന KASലേക്ക് തിരികെ കയറ്റ ചരിത്രമില്ലേ? നിങ്ങളുടെ പാർട്ടിയിൽ കാണിക്കുന്ന അഴിമതി പോലെ, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം പോലെ അഴിമതികൾ നിങ്ങൾ ഈ ഗവൺമെൻറ് സർവീസിലും കാണിച്ചിട്ടില്ലേ? അതല്ലേ നിങ്ങൾ അതുപോലെ തന്നെ IPRD എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ്, അവിടെയും ഈ അഴിമതി നിങ്ങൾ നടത്തിയിട്ട് ഈ ചുമ്മാ ഇങ്ങനെ വാചകം അടിക്കരുത്. അതിനെന്തെങ്കിലും ഇപ്പോൾ ശരിയാണ്, SIT അന്വേഷണം നടത്തുന്നു. ഏത് SIT? സംസ്ഥാന വിജിലൻസിൻ്റെ SIT അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ അതിന് ഒരു തീരുമാനവും ഉണ്ടായില്ലല്ലോ, നടപടി ഉണ്ടായില്ല. കേന്ദ്രം അങ്ങനെയല്ല, അവിടെ നടപടി വന്നു കഴിഞ്ഞു. ഫാസ്റ്റ് ട്രാക്ക് കോടതി വന്നു കഴിഞ്ഞു. 13 പേരെ അറസ്റ്റ് ചെയ്തു നിമിഷങ്ങൾക്കുള്ളിൽ. നിങ്ങൾ എന്ത് കുന്തം ചെയ്തു? അപ്പം നിസ്സഹകരിക്കുകയാണ് PSC ഈ വിജിലൻസ് SITയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയുന്നില്ല. നിരുത്തരവാദ വീണ വിജയൻ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോട് പ്രതികരിക്കുന്നത് പോലെ നിരുത്തരവാദപരമായിട്ടാണ് പ്രതികരിക്കുന്നത്. എന്നിട്ട് ഈ വന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് പാർട്ടിക്ക് വീണ്ടും ഒരു 2ാം വരവ് ഉണ്ടാവും എന്നുള്ള വിചാരം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. തീർച്ചയായിട്ടും സമരങ്ങളും പ്രതിഷേധങ്ങളും വേണം, പക്ഷെ ന്യായമായിട്ടുള്ള കാര്യത്തിനും ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ തന്നെ ആകണം. അങ്ങനെ ആകുമ്പോൾ അത് കേൾക്കാൻ ഒരു സർക്കാർ ഉണ്ടാകും. ഈ പറഞ്ഞതുപോലെ വളരെ വേഗത്തിലുള്ള നടപടികളും ഉണ്ടാകും. തീർച്ചയായിട്ടും ഇനി ആവശ്യം നമുക്ക് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ, അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിലുള്ള വളരെ വേഗത്തിലുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് വേണ്ടത്. ആ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി സമരം ഇനിയും തുടരുകയാണെങ്കിൽ അടുത്ത നടപടികൾ എന്തായിരിക്കും കേന്ദ്രം എടുക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. നമസ്കാരം.